വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിന്റെ പിതാവിന്റെ പേരെന്താണ്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ വിവാഹിതനായ വർഷം? ഉത്തരം 1958. ബഷീറിന്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഷാഹിന, അനീസ്. ബഷീറിന്റെ ഭാര്യയുടെ പേര്? ഉത്തരം ഫാബി ബഷീർ. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം? ഉത്തരം ജയകേസരി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ കൃതി? ഉത്തരം പ്രേമലേഖനം. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം? കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം. ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഉത്തരം ഭാർഗവി നിലയം, ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? പി ഭാസ്കരൻ, പ്രമോദ് പയ്യന്നൂർ. ഈ വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗമുള്ള നോവൽ ഏതാണ്? ഉത്തരം ഉപ്പാപ്പാക്കൊരാന ഉണ്ടായിരുന്നു. ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ? ഉത്തരം അനർഘ നിമിഷം. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം പെരുമ്പടം ശ്രീധരൻ. ബഷീറിന്റെ ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഉപ്പാപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം പ്രൊഫസർ MK സാനു. ഒന്നും ഒന്നും ഇമ്മിനി വലിയ ഒന്ന് എന്ന പ്രയോഗം ഏതു പുസ്തകത്തിലാണുള്ളത്? ഉത്തരം ബാല്യകാല സഖി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ ഉപ്പു സത്യാഗ്രഹം. പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. അനുഗ്രഹീതനായ ബഷീർ ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. ബഷീറിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി? ഉത്തരം ബാല്യകാല സഖി. NN കരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേരെന്ത്? ഉത്തരം ബഷീർ മാല. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി? ഉത്തരം ഇമ്മിണി ബല്യൊരു ബഷീർ. പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1943. നീലവെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1964. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഉത്തരം ഭഗത് സിംഗ്. മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1993. ജന്മദിനം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1945. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആരാണ്?
ഉത്തരം മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ നാരായണിയായി ശബ്ദം നൽകിയത് ആരാണ്? ഉത്തരം KPSC ലളിത. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം. ഉത്തരം നേരും നുണയും. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം സർപ്പയജ്ഞം. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ. ഉത്തരം പ്രേമലേഖനം. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷറഫ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? ഉത്തരം വിജയ നിർമ്മല. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത്? ഉത്തരം 1982. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. എട്ടുകാലി മമ്മൂഞ്ഞി എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീർ അന്തരിച്ച വർഷം. ഉത്തരം 1994 ജൂലൈ 5. മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ നോവൽ. ഉത്തരം പ്രേംപാറ്റ. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ. ഉത്തരം MN വിജയൻ. 5ാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജിയെ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ഉത്തരം ബാലാമണി അമ്മ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി. ഉത്തരം യാ ഇലാഹി. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി. ഉത്തരം ഒഴിഞ്ഞ വീട്. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി. ഉത്തരം ശബ്ദങ്ങൾ. ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1946. പ്രേം നസീർ അവാർഡ് ലഭിച്ച വർഷം. ഉത്തരം 1992. ബഷീർ രചിച്ച ഏക നാടകം ഏതാണ്? ഉത്തരം കഥാബീജം.